ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഖലീൽ ജിബ്രാൻ്റെ ഗുഡ് ആൻഡ് ഈവിൾ എന്നുള്ള പോയാണ് നോക്കാൻ പോകുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ ദ പ്രോഫറ്റ് എന്നുള്ള ബുക്കിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ അൽ മുസ്തഫ എന്ന് പറയുന്ന ഒരു പ്രവാചകനെയാണ് നമ്മൾ കാണുന്നത്. ആ പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ ഹോം ടൗണിലേക്ക് പോകാനായിട്ട് ഒരു ഷിപ്പിൽ കയറുമ്പോൾ ഒരു കൂട്ടം ആൾക്കാർ വന്നിട്ട് അദ്ദേഹത്തോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു പോയാണ് ഗുഡ് ആൻഡ് ഈവിൾ എന്നുള്ളത്. അപ്പോൾ ഈ പോയത്തിൽ നമ്മൾ കാണുന്നത് ആ കൂട്ടത്തിലുള്ള ഒരു മുതിർന്ന ആൾ വന്നിട്ട് നമ്മുടെ അൽ മുസ്തഫയോട് ചോദിക്കുകയാണ്, നന്മയെയും തിന്മയെയും പറ്റി, ഗുഡ് ആൻഡ് ഈവിളിനെ പറ്റി സംസാരിക്കാൻ പറയാണ്. അപ്പോൾ അൽ മുസ്തഫ പറയാണ്, നിങ്ങളുടെ ഉള്ളിലുള്ള നന്മയെക്കുറിച്ചിട്ട് ഞാൻ സംസാരിക്കാം, തിന്മയെക്കുറിച്ചിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് പറയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തിന്മ എന്ന് പറയുന്നത് നന്മ ഇല്ലാത്ത ഒരവസ്ഥയാണ് നമ്മൾ തിന്മ എന്ന് വിളിക്കുന്നത്. നമുക്ക് എന്താ പറയുക, ചിലപ്പോൾ നമ്മുടെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ അയാളൊരു മോശം ആളായിരിക്കാം, അയാൾ ചെയ്തത് തിന്മയായിരിക്കാം. പക്ഷേ നമ്മൾ അയാളുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ അയാളുടെ പ്രവർത്തികളെ ന്യായീകരിക്കാൻ പറ്റും. അതുകൊണ്ടിട്ടാണ് പറയുന്നത്, ഇവിടെ നമ്മൾ ഒരാളെ അയാൾ ഈവിലാണ് എന്ന് നമുക്ക് അടിച്ച് പറയാൻ പറ്റത്തില്ല. ലൈക്ക് ഒരാൾ വിശന്ന് വലഞ്ഞ് നടക്കുകയാണ്, അല്ലെങ്കിൽ ഒരാൾ ദാഹിച്ചിരിക്കുകയാണ്, അപ്പോൾ അയാളുടെ ആ ഒരു എന്താ പറയുക അവസ്ഥയിൽ അയാൾ എന്തൊക്കെയോ ചെയ്ത് അയാളുടെ ദാഹവും വിശപ്പും അകറ്റി. നമ്മുടെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ ചിലപ്പോൾ അയാൾ ചെയ്ത ആ പ്രവർത്തികൾ വളരെ മോശമായി ഫീൽ ചെയ്തേക്കാം. പക്ഷെ അയാളുടെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ അയാൾ വിശന്ന് വലഞ്ഞ് കഷ്ടപ്പെട്ട സമയത്താണ് അയാൾ ചെയ്തത്. അപ്പോൾ അത് ഒരു തിന്മയായിട്ട് നമുക്ക് തോന്നത്തില്ല. അപ്പോൾ നമ്മൾ ചില സമയത്ത് ആ ചെയ്ത ആളുടെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ അതിൻ്റെ ഒരു ന്യായീകരണം, അല്ലെങ്കിൽ ആ ചെയ്തത് തെറ്റല്ല എന്ന് നമുക്ക് തോന്നും. അതുകൊണ്ടിട്ട് ഇവിടെ അൽ മുസ്തഫ പറയാണ്, ഞാൻ നന്മയെക്കുറിച്ച് മാത്രം സംസാരിക്കാം, തിന്മയെക്കുറിച്ചിട്ട് സംസാരിക്കില്ല എന്ന് പറയാണ്. എന്നിട്ട് പറയാണ്, സെക്കൻഡ് സ്റ്റാൻസയിൽ ഇവിടെ പറയുന്നത് ഇതാണ്, ഒരാൾക്ക്, അതായത് തനിക്ക് എന്താണ് വേണ്ടത്, താൻ എന്ത് ചെയ്യുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ തൻ്റെ ലക്ഷ്യം എന്താണ്, ഒരു എയിമുള്ള ആൾ, അങ്ങനെയുള്ള ഒരാൾ ഗുഡാണ്. പക്ഷേ ഒരാൾക്ക് താൻ എന്താണ് ചെയ്യുന്നത്, തൻ്റെ കഴിവുകൾ എന്താണ്, അല്ലെങ്കിൽ തന്നെക്കുറിച്ച് അങ്ങനെ ഒരു തിരിച്ചറിവില്ലാത്ത ആൾക്കാരും ഉണ്ടാവും, എയിമില്ലാത്ത ആൾക്കാരും ഉണ്ടാവും. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാർ ഈവിലാണെന്നുള്ളതല്ല അർത്ഥം. നമുക്കൊരു എയിം ഉണ്ടെങ്കിൽ നമ്മൾ ഗുഡാണ്, പക്ഷേ എയിം ഇല്ല എന്ന് കരുതി നമ്മൾ ഈവിലാകുന്നില്ല. അത് 2 എക്സാമ്പിൾസ് വെച്ച് ഇവിടെ പറയുന്നുണ്ട്. ഒന്ന്, ഒരു ഡിവൈഡഡ് ഹൗസിൻ്റെ എക്സാമ്പിളാണ്. അതായത് വീതിച്ച് എന്താ പറയുക, ഒരു തർക്കം വല്ലതും ഉണ്ടായിട്ട് ഡിവൈഡഡ് ആയിരിക്കുന്ന ഒരു ഹൗസ്. ആ ഹൗസ് അവരുടെ ഉള്ളിൽ തർക്കങ്ങളുണ്ട്, ആ കുടുംബത്തിൻ്റെ ഉള്ളിൽ. പക്ഷെ എന്ന് പറഞ്ഞിട്ട് ആ വീടിനെ നമുക്ക് കള്ളന്മാരുടെ കൂടാരം, ദ ഡെൻ ഓഫ് തീവ്സ് എന്ന് വിളിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. പിന്നെ അതുപോലെ പറയുന്നത്, എ ഷിപ്പ് വിത്തൗട്ട് റഡർ. അതായത് റഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷിപ്പിൻ്റെ താഴെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു മരക്കഷ്ണം ഇങ്ങനെ താഴത്തേക്ക്, വെള്ളത്തിൻ്റെ താഴെ ഇങ്ങനെ ഉള്ള ഒരു പോർഷനാണ്, ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു മരക്കഷ്ണമാണ്. അപ്പോൾ ഈ സാധനം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷിപ്പ് മുങ്ങിപ്പോകത്തൊന്നുമില്ല, പക്ഷെ ആ ഷിപ്പ് ലക്ഷ്യത്തെത്താണ്ട് ഇങ്ങനെ അലന്ന് തിരിഞ്ഞ് നടക്കും. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു എയിമില്ലെന്നാണെങ്കിൽ നമ്മൾ വെറുതെ ജീവിതത്തിൽ ഇങ്ങനെ അലന്ന് തിരിഞ്ഞ് നടക്കും. അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ രണ്ടാമത് പറയുന്നത്, നമ്മൾ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാവാണ്, നമ്മൾ സെൽഫ്ലെസ് ആണ്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഗുഡാണ്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമ്മൾ സെൽഫിഷായി പോകും, നമ്മൾ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാവത്തില്ല. പക്ഷേ എന്ന് പറഞ്ഞ് നമ്മൾ ഈവിലാകുന്നില്ല. എന്താ പറയുക, നമ്മൾ ആ സമയത്ത് ഒരു റൂട്ടിനെ പോലെയാണ്. അതായത് ഒരു ചെടിയുടെ ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റൂട്ട് എപ്പോഴും റിസീവിങ് സൈഡിലാണ്. ലൈക്ക് ന്യൂട്രിയൻസ് റിസീവ് ചെയ്യുന്നു, വാട്ടർ റിസീവ് ചെയ്യുന്നു, പ്രോട്ടീൻസ് റിസീവ് ചെയ്യുന്നു, എല്ലാം റിസീവ് ചെയ്യുന്നത് റൂട്ടാണ്. ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സൈഡിലാണ്. പക്ഷേ ഇതിന് രണ്ടിനും അതിൻ്റേതായ ഫീച്ചേഴ്സ് ഉണ്ട്, ഫങ്ഷൻസ് ഉണ്ട്. ഒരിക്കലും റൂട്ടിനോട് പറയാൻ പറ്റത്തില്ല, നീ എന്നെപ്പോലെ ആകൂ, മറ്റുള്ളവർക്ക് കൊടുക്കൂ, പഴുക്കൂ, അങ്ങനെ ഒന്നും പറയാൻ പറ്റത്തില്ല. റൂട്ടിനും ഫ്രൂട്ടിനും അതിൻ്റേതായ ഫങ്ഷൻസ് ഉണ്ട്. 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ ഫങ്ഷൻസ് ചേഞ്ച് ചെയ്യാനൊന്നും പറ്റത്തില്ല എന്ന് പറയാണ്. ഇനി നെക്സ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ സംസാരിക്കുന്നത് എന്താണ് എന്നൊരു പൂർണ്ണ ബോധ്യം അയാൾക്കുണ്ടെങ്കിൽ, താൻ എന്താണ് സംസാരിക്കുന്നത്, എന്തിനെക്കുറിച്ച് എവിടെ വെച്ചാണ് സംസാരിക്കേണ്ടത്, അതിനെയൊക്കെ കുറിച്ചൊരു ബോധ്യം ആ സംസാരിക്കുന്ന ആൾക്കുണ്ടെങ്കിൽ അയാൾ ഗുഡാണ്. പക്ഷേ ചില സമയങ്ങളിൽ നമ്മുടെ ഇമോഷൻസ് കാരണം, നമ്മൾ ആ സമയത്ത് ദേഷ്യം അങ്ങനെയുള്ള നമ്മുടെ ആ സമയത്തെ ഇമ്പൾസറി ഇമോഷൻസ് കാരണം നമ്മുടെ എന്താ പറയുക, നമ്മുടെ നാക്കിൽ നിന്ന് വിട്ടു പോകുമെന്ന് പറയത്തില്ല, അങ്ങനെ നമ്മൾ ഓൺ പർപ്പസ് അല്ല, പക്ഷെ നമ്മൾ ഒന്നും കരുതാണ്ട് അറിയാണ്ട് വായിന്ന് വന്നു പോണ കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ പറഞ്ഞു പോകും. പക്ഷെ എന്നും പറഞ്ഞ് അങ്ങനെ പറഞ്ഞു പോയ ആൾ ഈവിലാകുന്നില്ല.
നമ്മൾ മിസ്റ്റേക്സിൽ നിന്നാണ് നമ്മൾ ഓരോന്ന് പഠിക്കുന്നത്. ചിലപ്പോൾ ഒരു പ്രാവശ്യം നമ്മുടെ നാക്ക് ഇതുപോലെ പിഴച്ച് കഴിയുമ്പോൾ അടുത്ത പ്രാവശ്യം നമ്മൾ കെയർഫുള്ളായിരിക്കും. അപ്പോൾ മിസ്റ്റേക്സിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ സംസാരിക്കാൻ എവിടെ സംസാരിക്കണം എന്നറിയാവുന്ന ഒരാൾ നല്ലത് തന്നെയാണ്, ഗുഡ് തന്നെയാണ്. പക്ഷേ ഇങ്ങനെ നാക്ക് പിഴച്ച് പോയി എന്ന് പറഞ്ഞ് അയാളെ ഈവിൾ എന്ന് വിളിക്കാൻ പറ്റത്തില്ല എന്ന് പറയാണ്. ഇനി അടുത്ത സ്റ്റാൻസയിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഗോൾ ഉണ്ടാവണമെന്ന്, നേരത്തെ പറഞ്ഞല്ലോ ഒരു എയിം ഉണ്ടാവണമെന്ന്. ആ ഗോളിലേക്ക് ഫേം സ്റ്റെപ്സോടുകൂടി, അതായത് എന്താണ് ആ ഗോളിലേക്ക് എത്താൻ ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. എന്നിട്ടത് ഒരു തോൽക്കാണ്ട് ആ ഗോളിൻ്റെ അടുത്തേക്ക് തന്നെ നമ്മൾ നടന്ന് നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗുഡാണ്. പക്ഷെ എല്ലാവരും അങ്ങനെ ആവണം എന്നില്ല. ചിലപ്പോൾ ചിലർക്ക് ഗോൾ ഉണ്ടാവണം എന്നില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. പക്ഷേ ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗോളിൻ്റെ അടുത്തേക്ക് നടന്നെത്തുന്നത് ഭയങ്കര സ്ലോ ആയിരിക്കാം, ഒരു സ്ലോ പേസിലായിരിക്കാം, നൊണ്ടിയായിരിക്കാം. ലൈക്ക് പറയുന്നത് നമ്മൾ ആ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് ചിലപ്പോൾ കുറേ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നേക്കാം. പതുക്കെ ആയിരിക്കാം നമ്മൾ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ അതിൻ്റെ അടുത്ത് വരെ എത്തുന്നത്. പക്ഷേ എന്ന് പറഞ്ഞ് ഈ ആദ്യം എത്തിയവർ അവരെ നോക്കി കളിയാക്കരുത്. ഒരാൾ സ്പീഡായിട്ട് വളരെ ഫാസ്റ്റായിട്ട് വളരെ സ്പീഡിൽ തൻ്റെ ഗോൾ അച്ചീവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് സ്ലോ ആയിട്ട് വരുന്നവരെ കളിയാക്കാനോ അതുപോലെ അവരോട് സഹാനുഭൂതി അങ്ങനെ അനുകമ്പ അതൊന്നും കാണിക്കാനും നിൽക്കരുത്. നമ്മളവരെ പിറ്റി ചെയ്യുന്നു എന്നുള്ള ഒരു ഫീല് അവർക്ക് കൊടുക്കാനും പാടില്ല എന്ന് പറയാണ്. ബിക്കോസ് മൊടന്തിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിലും അവരൊരിക്കലും അതെല്ലാം അവിടെ നിന്ന് ഉപേക്ഷിച്ച് തിരിച്ച് നടക്കുന്നില്ലല്ലോ. അവരിപ്പോഴും മൊടന്തിയാണെങ്കിലും മുമ്പോട്ട് തന്നെയാണ് പോകുന്നത്. അവരവരുടെ ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അവരെ അവരെ മോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ പിറ്റി ചെയ്യാനോ ഉള്ള ഒരു അവകാശവും നമുക്കില്ല എന്നിവിടെ അൽ-മുസ്തഫ പറയാണ്. നെക്സ്റ്റ് സ്റ്റാൻസയിൽ അൽ-മുസ്തഫ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ പലതരത്തിൽ ഗുഡാണ്, അതായത് യു ആർ ഗുഡ് ഇൻ കൗണ്ട്ലെസ് വേസ് എന്നാണ് പറയണേ. പക്ഷേ നമ്മൾ ഗുഡ് അല്ല എന്ന് കരുതി നമ്മൾ ഈവിലാകണം എന്നില്ല, നമ്മൾ നല്ലതല്ല എന്ന് കരുതി നമ്മൾ മോശമാകുന്നില്ല എന്നാണ് പറയുന്നത്. എല്ലാവർക്കും അവരുടേതായ ഒരു പേർപ്പസ് ഉണ്ട്. അതിവിടെ പ്രൂവ് ചെയ്യുന്നത് ഒരു സ്റ്റാഗിൻ്റെയും ടേർട്ടിലിൻ്റെയും എക്സാമ്പിൾ വെച്ചിട്ടാണ്. സ്റ്റാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡീറാണ്, അത് നല്ല ഫാസ്റ്റായിട്ട് ഓടുന്നൊരു ഡീറാണ്. ടേർട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമ, പക്ഷേ ആമ വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു ആനിമലാണ്. പക്ഷേ എന്ന് പറഞ്ഞിട്ട് ആമ ഈവിലാകുന്നുണ്ടോ? ഇല്ല. അവരുടെ രണ്ടുപേരുടെയും ജീവിത സാഹചര്യങ്ങൾക്കും അവരുടെ ആവശ്യങ്ങൾക്കും അനുസരിച്ചാണ് അവരുടെ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. ഇനി സ്റ്റാഗ് സ്ലോ ആയിട്ട് പോയത് കൊണ്ടിട്ടോ ടേർട്ടിൽ ഫാസ്റ്റായിട്ട് ഓടിയത് കൊണ്ടിട്ടോ അതിനൊരു ഉപയോഗം ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ അതുപോലെയാണ് നമുക്കും. നമ്മൾ കൗണ്ട്ലെസ് വേയിൽ പലതരത്തിൽ നമ്മൾ ഗുഡായിരിക്കാം. നമ്മൾ പക്ഷേ എല്ലാവരും ഒരേപോലെ ആയിരിക്കണം എന്നില്ല. ലൈക്ക് അയാളെ പോലെ ആയിരിക്കണം എന്നില്ല ഞാൻ, പക്ഷേ എന്ന് പറഞ്ഞ് ഞാൻ ഈവിലാകണം എന്നുണ്ടോ? ഇല്ല. അതാണ് ഇവിടെ അൽ-മുസ്തഫ പറഞ്ഞു വെക്കുന്നത്. ഇനി അവസാനത്തെ സ്റ്റാൻസയിൽ അൽ-മുസ്തഫ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരുടെയും ഉള്ളിൽ നമ്മുടെ ലോസ്റ്റ് സെൽഫിനെ റീക്ലെയിം ചെയ്യാനുള്ള ആ ഒരു ആഗ്രഹം, ആ ഒരു ലോങ്ങിങ് എല്ലാവരുടെയും ഉള്ളിൽ കിടപ്പുണ്ട്. അതെല്ലാവരുടെയും ഉള്ളിലുണ്ട്. പക്ഷേ ചിലരുടെ ഉള്ളിൽ അതൊരു ടൊറൻറ്റ് പോലെയാണെന്നാണ് പറയുന്നത്. ടൊറൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു റിവറാണ്. ഒരു റിവർ എന്ന് പറയുന്നത് നല്ല ഫാസ്റ്റിലാണ് എപ്പോഴും ഒഴുകുന്നത് റിവർ. അപ്പോൾ കടലിലേക്ക് എങ്ങനെയാണോ റിവർ ഫാസ്റ്റിൽ ഒഴുകി എത്തിച്ചേരാൻ ശ്രമിക്കുന്നത്, അതുപോലെയാണ് ചിലരുടെ ഉള്ളിൽ ഈ ലോങ്ങിങ്. പക്ഷേ ചിലരുടെ ഉള്ളിൽ ഇതൊരു ഫ്ലാറ്റ് സ്ട്രീം പോലെ ആയിരിക്കും. ഫ്ലാറ്റ് സ്ട്രീം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു മൂവിങ് പേസ് എന്ന് പറയുന്നത് അത്രയ്ക്ക് സ്ലോ ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചിലരുടെ ഉള്ളിൽ ഇത് കുതിച്ചു പാനായിരിക്കും ഈ ഒരു ലോങ്ങിങ് ഉണ്ടാവുക. ഭയങ്കരമായിട്ട് അതിൻ്റെ ആ ലോങ്ങിങ്ങിൻ്റെ അളവെന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. പക്ഷെ ചിലരുടെ ഉള്ളിൽ കമ്പാരേറ്റീവ്ലി അത് കുറവായിരിക്കും. പക്ഷെ എന്നും പറഞ്ഞ് ഒരെണ്ണം ഗുഡും ഒരെണ്ണം ഈവിലും ആകുന്നില്ല. രണ്ടുപേരുടെ ഉള്ളിലും ആ ലോങ്ങിങ് ഉണ്ട്. കടലിൽ ആരാണോ ആദ്യം എത്തുന്നത് അയാളാണ് ഗുഡ്, സെക്കൻഡ് എത്തുന്നത് ഈവിലാണ് എന്നിവിടെ അർത്ഥമാകുന്നില്ല. എന്നിട്ട് നമ്മുടെ അൽ-മുസ്തഫ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിച്ച് നിർത്തുന്നത് ഇതാണ്: വസ്ത്രമില്ലാത്ത അല്ലെങ്കിൽ വീടില്ലാത്ത അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടിട്ടുള്ളൊരു പാവപ്പെട്ട ഒരു ദാരിദ്ര്യത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരാളെ കാണുമ്പോൾ നമ്മൾ അയാളെ നോക്കി കളിയാക്കുകയോ അയാളുടെ ആ ഒരു അവസ്ഥയെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയോ ചെയ്യരുത്. അങ്ങനെ ചോദിക്കുന്ന ഒരാൾ
ഗുഡ് ആവത്തില്ല. നമ്മൾ ഗുഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ഒരാളോട് ചോദിക്കരുത് എന്നാണ് പറയുന്നത്. ഇൻ ടോട്ടൽ ഇവിടെ പറയുന്നത് നമ്മൾ ഒരാളെ ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യമാണ്. അതായത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിലൊരു ലക്ഷ്യം വേണം, നമ്മൾ എന്താണ് എന്ന് നമ്മൾ തന്നെ ഒരു ബോധ്യം വേണം. ആ ലക്ഷ്യത്തിലേക്ക് കാലുകൾ വിറക്കാണ്ട് ഒരു നല്ല എന്താ പറയുക ഫാസ്റ്റായിട്ട് നടന്ന് എത്തി ആ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റണം. പക്ഷേ ഇതൊന്നും എന്താ പറയുക ഇത്രയ്ക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ടാവും. പക്ഷെ എന്ന് പറഞ്ഞാൽ അവരെ കളിയാക്കാനോ ഒന്നും പാടത്തില്ല. നമ്മൾ ഒരിക്കലും ഒരാളെ ജഡ്ജ് ചെയ്യരുത്. നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അയാൾ മോശമായിട്ട് അല്ലെങ്കിൽ ഈവിലായിട്ട് ഫീൽ ചെയ്യുക. പക്ഷേ അയാളുടെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ അയാൾ ഇപ്പോഴും ഗുഡ് തന്നെയാണ്, അയാൾ ഒരിക്കലും ഈവിലാവത്തില്ല. അപ്പോൾ അതാണ് ഈ പോയത്തിൽ പറയുന്നത്. ഈ പോയം മനസ്സിലായെന്ന് കരുതുന്നു. ഇതിലുള്ള ഇമേജറീസ് ഒക്കെ നോക്കി വെക്കുക, ക്വസ്റ്റ്യൻസും നോക്കുക.